അതിനു മുൻപ് SNDP യോഗം പീത വിപ്ലവ സമിതി സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ PS രാജീവ് ചേരുന്നുണ്ട്. ശ്രീ PS രാജീവ്, വെള്ളാപ്പള്ളി നടേശൻ ഈ സമീപകാലത്ത് നടത്തിയിട്ടുള്ള വർഗീയ പ്രസ്താവനകൾ അത് പ്രായത്തിന്റെ പ്രശ്നമെന്നാണ് ഡോക്ടർ ജയരാജിന്റെ വിലയിരുത്തൽ. അങ്ങനെ കണ്ടാൽ മതിയോ? മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ കയറൂരി വിട്ടതിൽ, അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ നടത്തിയതിൽ, അദ്ദേഹത്തിന് അഴിഞ്ഞാടാനുള്ള അവസരം കൊടുത്തതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു പങ്കില്ലേ? PS രാജീവ്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ 3 പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് സംസാരിച്ചത്. എനിക്ക് അവരോട് പറയാനുള്ളത്, രാമായണ മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരുമെന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ഇവിടെ ഈ സംഭവിച്ചത് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും സംഭവിച്ചത് തങ്ങൾ കാണിച്ച നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം, തങ്ങൾ കാണിച്ച നിയമവിരുദ്ധത, വെള്ളാപ്പള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത നിയമവിരുദ്ധത, തങ്ങൾ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കാണിച്ച എല്ലാ ഒത്താശകളുടെയും ഫലം അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. കാരണം വെള്ളാപ്പള്ളി നടേശന് വേണ്ടി ഇപ്പോൾ ഇവർ ഈ 3 കക്ഷികളിൽ ആരാണ് കൂടുതൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടി അവൈധ സഹായം ചെയ്തതെന്നതിന് മാത്രമേ തർക്കമുള്ളൂ. ഞാൻ 3 പേരുടെയും കാര്യത്തിൽ കിടക്കാം. അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇവിടെ വളരെ പറഞ്ഞു. ഇദ്ദേഹം ആരാണെന്ന് ആരും മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് എന്നൊരു ധാരണയാണ് പൊതുവിൽ പരന്നത്. അത് 100% തെറ്റാണ്. SNDP എന്ന് പറഞ്ഞാൽ ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ഈ നോൺ ട്രേഡിംഗ് കമ്പനിക്ക് 5 വർഷം കൂടുമ്പോഴാണ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ 2019 ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ഇരു കൂട്ടരും നോമിനേഷൻ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് 2 കൂട്ടരിലെയും പാനൽ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിലൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറഞ്ഞാൽ SNDP എന്ന നോൺ ട്രേഡിംഗ് കമ്പനിക്ക് അതിലെ ഭാരവാഹികളായിരിക്കുന്ന വ്യക്തികൾക്ക് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആവശ്യമാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും 2 ഡിൻ, ശരിക്കും ശ്രദ്ധിക്കണം, 2 ഡിൻ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എതിർ പാനലുകാർ പറഞ്ഞു, പരാതി കൊടുത്തു, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെയും ഈ തുഷാറിൻ്റെയും നോമിനേഷൻ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ കാര്യത്തിൽ? അങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? സാധാരണയിൽ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അത് പരിശോധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ ജനാധിപത്യ പ്രക്രിയ വിശ്വസിക്കുന്ന ആൾക്കാർ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ അങ്ങനെ വന്നാൽ എതിർ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റുള്ള പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും അങ്ങനെ വന്നപ്പോൾ എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്തത് ആ റിട്ടേണിംഗ് ഓഫീസറെ കൊണ്ട് രാജിവെപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ രാജിവെച്ചതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും അവിടെ ഇരിക്കുന്നത്. എങ്ങനെ വീണ്ടും ഇരിക്കുന്നത്? അങ്ങനെയാണ് ഒരു വ്യക്തി ഒരു സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് വന്ന് ആ തെരഞ്ഞെടുപ്പിൽ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല എങ്കിൽ സാധാരണ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ വന്ന് എന്താ ചെയ്യണത്? കാലാവധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ മറ്റു തരത്തിൽ ആൾക്കാരെ വയ്ക്കും, അല്ലെങ്കിൽ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ SNDPയുടെ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഭാരവാഹി വരുന്നവരെയും തുടരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ അനന്തമായി കഴിഞ്ഞൂടെ. കാരണം 2019 അവസാനിച്ചാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കാലാവധി 2019 അവസാനിച്ചാണ്. ആ 2019 കഴിഞ്ഞ 7 വർഷമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കെയർ ടേക്കറാണ്. ഈ വിഷയം നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ 3 പേർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളി എന്ന വ്യക്തിക്ക് കേരളത്തിലെ SNDP എന്ന പ്രസ്ഥാനത്തെക്കുറിക്കാൻ അധികാരമില്ലെന്ന് ഞാൻ മുൻകാർക്ക് പറഞ്ഞ് വിശ്വസിക്കുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ SNDP എന്ന പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്ത ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. നോൺ ട്രേഡിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ആ നോൺ ട്രേഡിംഗ് കമ്പനിക്ക് ലാഭകരമായ ബിസിനസ്സുകൾ, ബാങ്കിങ്, ഇൻഷുറൻസ് ഒന്നും നടത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിയുടെ രജിസ്ട്രേഷൻ കേന്ദ്ര കമ്പനി പ്രകാരം 00995 എന്നാണ്. ആരെങ്കിലും അടിച്ചു നോക്കിയാൽ കിട്ടും കമ്പനി യോഗത്തിൽ. അതിൽ കിടക്കുന്നത് ഡിഫാൾട്ടർ കമ്പനി എന്ന് പറയും. അപ്പോൾ കമ്പനി ഇപ്പോഴും ഡിഫാൾട്ടറാണ്. മറ്റാത്ത കേന്ദ്രം. ഇനി സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്ത് ഈ കമ്പനിക്ക് ഇന്ന് വരെ കണക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ LDF ഗവൺമെൻറ് അവിഹിതമായി സ്വാധീനിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാസവൻ മന്ത്രി സ്വാധീനിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി 2005 മുതൽ 19 വരെ കണക്ക് ഒറ്റയടിക്ക് കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ കമ്പനി നമ്മൾ പഠിച്ച ആൾക്കാരല്ലോ. ഒരു നോൺ ട്രേഡിംഗ് കമ്പനിക്ക് കണക്ക് 3 വർഷത്തിന് ശേഷം കണക്ക് കൊടുത്തില്ലെങ്കിൽ അയോഗ്യരാകും. ആ കേസാണ് ഇപ്പോൾ കിടക്കുന്നത്. അങ്ങനെ കണക്ക് കൊടുക്കാതെ ഇയാൾ അയോഗ്യരാക്കണമെന്ന കേസിലാണ് ഇപ്പോൾ അയോഗ്യരായ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ SNDP കണക്കില്ല, SNDPക്ക് രജിസ്ട്രേഷൻ ഇല്ല. ഇനി അടുത്തത് ഒരു കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കൊടുത്തൊരു കേസെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ SNDP എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമപ്രകാരമാണ്. അപ്പോൾ ഒരു രസകരമായ സംഭവമുണ്ട്.
കഴിഞ്ഞ 30 വർഷം ഭരിച്ച ശ്രീ പി എസ് രാജീവ് വെള്ളാപ്പള്ളി എന്തായാലും അതിലേക്ക് വരാം. SNDP-യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അദ്ദേഹം ചുമതലയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് വരാം. പക്ഷേ അതിനു മുൻപ് ഈ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി പറയുന്ന ഈ പ്രസ്താവനകൾ അത് SNDP-യുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണമാണോ, പ്രസ്താവനയാണോ, ഈഴവ സമുദായത്തിന്റെ ഒരു നിലപാടാണോ? അതാണ് അറിയേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞത് ഈഴവ സമുദായത്തെ പ്രതികരിക്കാൻ സാങ്കേതികമായിട്ടും നിയമപരമായിട്ട് അവകാശങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളിക്ക് എന്തും പറയാം, വെള്ളാപ്പള്ളിക്ക് എന്തും പറയാൻ അധികാരമുണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞില്ല പ്രധാനപ്പെട്ട, നിങ്ങളിവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വെള്ളാപ്പള്ളി ഉദ്ദേശിച്ച പ്രസ്താവനകൾ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഒരു പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളി ഒരു പ്രസ്താവനയല്ല, വെള്ളാപ്പള്ളി ചീത്ത വരത്തൊരാൾ പേര് പറയുക കേരളത്തിൽ. വെള്ളാപ്പള്ളി ആദ്യം അധികാര രംഗത്തേക്ക് വന്ന് ആരെ പറയണ്ട, വെള്ളാപ്പള്ളി ആദ്യം വന്നത് രംഗത്ത് വരുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. സോറി, വൈക്കത്ത് ഒരു ടി വി വരത്തൊരു ഒരു 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 അവിടെ ഒരു പള്ളിയുടെ സെമിത്തേരിയെ ബന്ധപ്പെട്ട വിഷയമാണ്. അന്ന് അത് ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്, ക്രിസ്ത്യാനികളെ ആരും. അന്ന് മനോരമയുടെ ഏതാണ്ട് ആയിരക്കണക്കിന് കോപ്പികൾ നിർത്തലാക്കിയിട്ടുണ്ടാകും ആ സമരവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി വന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി? കഴിഞ്ഞ ആഴ്ചയുടെ പ്രസ്താവന എന്തായിരുന്നു? നായാടി മുതൽ നസ്രാണി വരെ പിന്നെ പൊക്കി പറഞ്ഞു. അടുത്ത പിന്നെ എന്താ പിന്നെ പറഞ്ഞെന്താ? പിന്നോക്ക അടുത്തവരുടെ ഈ നസ്രാണി ബന്ധം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എവിടെ പോയത്? അദ്ദേഹം പോയത് പിന്നോക്ക ഐക്യമെന്ന് പറഞ്ഞു. അന്ന് ഈ മദനി അടക്കമുള്ള കേരളത്തിലെ ഇവരെല്ലാവരും നമ്മൾ സൂചിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളും മതവർഗീയവാദികളും ചേർന്നുകൊണ്ട് ന്യൂനപക്ഷ കമ്മിറ്റി പോയി. അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതും തള്ളിക്കഴിഞ്ഞു. പിന്നെ അത് മാറിയിട്ട് എന്ത് ചെയ്തു? പിന്നെ അദ്ദേഹം എന്ത് ചെയ്താണ്? പിന്നെ എന്താ വെച്ചാൽ അതായത് നായർ ഈഴവ ഐക്യം ഉണ്ടാക്കി. ഇതെല്ലാം തള്ളിക്കള. അടുത്തവരുടെ എന്താണ്? നായർ ഈഴവ ഐക്യം. അതായത് പണിക്കര് ചേട്ടനും ഞാനും ബായിബ്രം ഉണ്ടാക്കി. അത് തള്ളി. അത് കഴിഞ്ഞ് പിന്നെ എന്താ പോയത്? പിന്നെ ഇപ്പോൾ എന്താണ് പോയത്? 2018 അത് പിന്നീട് എന്താണ്? നായരീഴം കഴിഞ്ഞപ്പോൾ പിന്നെ നായാടി മുതൽ നമ്പൂരി വരെയാക്കി. അതായത് BJP-യുടെ നയപരിപാടിയായ നായാടി മുതൽ നമ്പൂരി വരെ എന്ന് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് BDS ഒരു പാർട്ടി ഉണ്ടാക്കി. ആ BDS പാർട്ടിയിൽ ഞാനും അതൊക്കെ അന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ്. അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ പിന്നോക്കക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നൊരു പ്രസ്ഥാനം വന്നിട്ട് വളരെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ എന്ത് പറ്റി? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു. ഞാനും ആലപ്പുഴയുള്ള യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആലപ്പുഴ വന്നപ്പോൾ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രോമ അങ്ങനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കണ്ട ആ കക്ഷി എന്ത് 2018 എന്ത് ചെയ്തു? ആ BDS-നെ കളിയാക്കി, അല്ലെങ്കിൽ SNDP BJP തള്ളി പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞതാ? അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വന്നപ്പോൾ എന്താ ചെയ്തു? ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി മതിൽ കെട്ടാൻ പോയി, വെള്ളാപ്പള്ളിയും ഭാര്യയും മതിൽ കെട്ടാൻ പോയി. അതുകൂടി NDA ബന്ധം തകർന്നു. അങ്ങനെ പിന്നെ എന്താ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് കാരണം പറയും. 2018 ആണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഈ VS അച്യുതാനന്ദൻ കൊടുത്ത കേസ്. VS അച്യുതാനന്ദൻ 2016 കൊടുത്തെങ്കിൽ 2017 എൻ്റെ രേഖയുണ്ട്. 2018 13 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി, ഒരു SIT രൂപീകരിച്ചു. ഒരു SP ശ്രീ ശശിധരൻ, അന്നത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ശശിധരൻ SP, 2 DYSP-മാരും 10 SI-മാരും അടങ്ങുന്ന ഒരു സമിതി 2018 രൂപീകരിച്ചു. വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പിന് വേണ്ടിയിട്ട് 124 കേസുകളെന്ന് FIR ഇട്ടു. പ്രിയമുള്ളവരെ, വെള്ളാപ്പള്ളിക്കുള്ള ഈ കേസുകൾ ഈ നിമിഷം വരെയും ഒരു കേസുകൾ പോലും ചാർജ് ചെയ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.